ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു എഫ് ഫാമിലി. ഇനി നമുക്കൊരു വെറൈറ്റി റെസിപ്പി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. അതുപോലെ സബ്സ്ക്രൈബർ ചെയ്യാതെയാണ് കാണുന്നവരെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് ലഭിക്കാനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുതേ. ഇന്ന് നമുക്ക് മഷ്റൂം വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് മഷ്റൂമിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോഴേക്കും നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് കോക്കനട്ട് ഓയിൽ ഇട്ട് കൊടുക്കാം. ഇനി സ്പൈസസ് ആയ ഗ്രാമ്പ്, ഏലയ്ക്ക, പട്ട എല്ലാം 2 വീതം നമുക്കൊന്ന് ആഡ് ചെയ്യാം. പിന്നെ നമുക്കൊരു ചെറിയ സവാള 2 എടുത്തിട്ടുണ്ട്, നൈസായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ നമ്മൾ സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ലതുപോലെ ബ്രൗൺ നിറമായി വരണം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്കൊക്കെ മഷ്റൂം വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക് ഒരിക്കലെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ആ സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 സ്പൂൺ ആഡ് ചെയ്യാം. ഇനി നല്ല സോഫ്റ്റ് ആകുന്നവരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നല്ല ലോയിലാക്കി വെച്ച് വേണം നമുക്ക് ഈ സവാള നല്ല സോഫ്റ്റാക്കി എടുക്കാൻ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഒരു നല്ല പഴുത്ത തക്കാളി ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് അടിച്ചെടുക്കാതെ നമ്മൾ തക്കാളി ഇട്ട് നല്ല ഉടഞ്ഞു വരാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കാം. അതിനേക്കാളും നമുക്ക് തക്കാളി ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ തന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ പെരിഞ്ചീരകം, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അടിച്ച് നമ്മൾ ഈ സവാളയിലോട്ട് ഒന്ന് ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ തന്നെ ഞാൻ കുറച്ച് സവാളയും അതുപോലെ തന്നെ മഷ്റൂം വേവിച്ചതിൽ നിന്നും കുറച്ച് വേവിക്കാത്ത മഷ്റൂമിന് 2 കഷ്ണം എടുത്ത് ഞാനൊന്ന് അടിച്ച് ചേർത്തിട്ടുണ്ട്. അത് കാണിക്കാൻ മറന്നുപോയി. ഇനി ഇതിനാവശ്യമായ വെള്ളവും കൂടെ ഇട്ട് നമുക്ക് എത്രമാത്രം ഗ്രേവി വേണോ അത്രയും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനാവശ്യമായ ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് ചെറിയൊരു തിള വരുമ്പോഴത്തേക്കും നമ്മൾ വെള്ളത്തിൽ 5 മിനിറ്റ് നമുക്ക് ഇട്ട് വെച്ചിരിക്കുന്ന മഷ്റൂം എടുത്ത് നമുക്കൊന്ന് കഴുകി ഊറ്റി നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം റെഡിയാവാൻ വേണ്ടി ആ സമയത്ത് തന്നെ നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ക്യാപ്സിക്കം നിങ്ങൾക്ക് സവാള ആഡ് ചെയ്തത് അത് ചിലവർക്ക് കുട്ടികൾക്ക് ഇങ്ങനെ ക്യാപ്സിക്കം കടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് വഴക്കുമ്പം തന്നെ നമുക്കിത് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ സവാള മഷ്റൂമിൻ്റെ കൂടെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളെ ഗ്രേവിയൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇനി മുകളിൽ നമുക്ക് കസൂരി മേത്തി ആഡ് ചെയ്യാം. കസൂരി മേത്തി ഒന്ന് കൈ വെച്ചൊന്ന് കയക്കിയതിന് ശേഷം മാത്രം നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന് കുറച്ച് കുരുമുളകിൻ്റെ ഫ്ലേവറിന് വേണ്ടി നമ്മളൊരു 1/2 സ്പൂൺ കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കുള്ള എരിക്കനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ നല്ല ലോയിലാക്കിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. മുകളിൽ നല്ലതുപോലെ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മല്ലിയില മുകളിൽ തൂക്കി കൊടുക്കാം. അങ്ങനെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള മഷ്റൂം കറി റെഡിയായിട്ടുണ്ട്. റോസ്റ്റ് എന്നോ ഒക്കെ പറയാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.